നമസ്കാരം. ഗ്രാമി ഉച്ചവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ യോഗം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ KK ബാബു, VG അശോകൻ, KB ജയറാം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ, KSU സംസ്ഥാന കമ്മിറ്റി അംഗം CV വിമൽ, മണലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ സിജോൺ ജോസ്, KC അരുൺകുമാർ, അനസ് കൈപ്പിള്ളി, AR അരുൺ, MS ഐശ്വര്യ, ഷഹനാബ് പെരുവല്ലൂർ, ജെയ്സൺ ആൻഡോ, ജിൻസ് തോമസ്, റൈജോ ജോസ്, അൻസാർ ലെൻഡർ, അരുൺ മുരളീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരെ സമരങ്ങൾ ശക്തമാക്കി കോൺഗ്രസ് പാർട്ടി മുന്നോട്ടു പോകുമെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ സമരപ്രഖ്യാപന വാഹന പ്രചരണ ജാഥയുടെ സമാപനം തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോസ് വള്ളൂർ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്താൽ സമരങ്ങൾ ഇല്ലാതാവില്ലെന്നും ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ സമരങ്ങൾ കൂടുതൽ കരുത്താർജിക്കുമെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. സമാപന സമ്മേളനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. നാട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM സിദ്ദിഖ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, K ദിലീപ് കുമാർ, KPCC മുൻ സെക്രട്ടറി MR രാമദാസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AA മുഹമ്മദ് ഹാഷിം എന്നിവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, കോൺഗ്രസ് നേതാക്കളായ ഹിരോഷ് ത്രിവേണി, CR രാജൻ, AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, CS മണികണ്ഠൻ, PK നന്ദനൻ, അശ്വിൻ ആലപ്പുഴ, ഷൈൻ നാട്ടിക, ഷൈൻ പള്ളിപ്പറമ്പിൽ, അറുമുഖൻ വലപ്പാട്, KB രാജീവ്, ആൻഡോ തറയൻ, രഹന ഭിനീഷ്, റസിയ, ബിന്ദു പ്രദീപ്, KV സുകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU നാട്ടിക പഞ്ചായത്ത് കൺവെൻഷൻ നാട്ടിക സർവീസ് സഹകരണ ഹാളിൽ നടന്നു. BKMU ദേശീയ കമ്മിറ്റി അംഗവും MLAയുമായ CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CS മണി അധ്യക്ഷത വഹിച്ചു. BKMU ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാകേഷ് കണിയാമ്പറമ്പിൽ, BKMU നാട്ടിക മണ്ഡലം സെക്രട്ടറി ജോഷി ബാബു, VV പ്രദീപ്, AITUC നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് AK ധർമ്മൻ, കിസാൻ സഭ പഞ്ചായത്ത് പ്രസിഡന്റ് NM മഹേഷ്, കേരള മഹിളാ സംഘം നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി രജനി അനിൽകുമാർ, CPI ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PC രാജൻ, ജിനീഷ് ഐരാട്ട്, സലാം പുളിക്കലകത്ത് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി VV പ്രദീപ്, TC ഉണ്ണികൃഷ്ണൻ, ജിജി രഞ്ജിത്ത്, ശ്രീജിത്ത് PC, രാജൻ, രമ എന്നിവരെ തിരഞ്ഞെടുത്തു. പുത്തൻപീടിക പോസ്റ്റ് ഓഫീസിലെ ഡാക് സേവക് ആയി 31 വർഷക്കാലം സേവനം ചെയ്ത ശങ്കരനാരായണൻ ചോരങ്ങത്തിന് യാത്രയയപ്പ് നൽകി. അസിസ്റ്റന്റ് സൂപ്രണ്ട് പോസ്റ്റ്മാൻ സജി C ജോൺ യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റ് മാസ്റ്റർ അനുമോൾ PB അധ്യക്ഷത വഹിച്ചു. FNPO സാജൻ PM, NG UDS സുമേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആൻഡോ തുറയൻ, സനിത സജ്ജൻ, പോസ്റ്റൽ ഓവർസിയർ ജോഷി AP എന്നിവർ സംസാരിച്ചു. ആതിര, സരിത, സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി. ശങ്കരനാരായണന് തപാൽ വകുപ്പിന്റെ സർട്ടിഫിക്കറ്റും ഉപഹാരവും ചടങ്ങിൽ കൈമാറി. ഒരുപാട് അപ്പൊ നമുക്ക് അറിയാം, 31 കൊല്ലം ഒരു ആയുസിന്റെ പദ്ധതിയിലെ പോയി കഴിഞ്ഞു ഈ സർവീസുമായി ബന്ധപ്പെട്ട്. അപ്പൊ നമുക്ക് ഇനി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്, എനിക്ക് ഒരു ജോലി സ്ഥലം ഞാൻ പറയുന്നില്ല, അത് നീ റെക്കമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞു, ആദ്യം ഉള്ള ജോലി കഴിയട്ടെ, എന്നിട്ട് ഞാനത് ചെയ്ത് തീർത്ത് എന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പൊ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് നമുക്കറിയാം. അപ്പൊ ഇത്രയും കാലം ലീവില്ലാതെ അല്ലെങ്കിൽ മറ്റേ സ്വസ്ഥമായി ജോലി ചെയ്ത് അതിൽ നിന്ന് വിരമിക്കുന്ന ഒരാള് ഇപ്പം വന്നിട്ടാണ് പറയുന്നത്. അപ്പൊ ജോലി ചെയ്യാനുള്ള ഒരവസരം അല്ലെങ്കിൽ അതിനെ വീണ്ടും ഞാൻ വെറുതെ ഇരിക്കില്ല. അപ്പൊ പൊതുപ്രവർത്തന രംഗത്തും അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആശംസിക്കുകയാണ്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു.
തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PH സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അനിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 50% സബ്സിഡിയിൽ ഒരു ഗുണഭോക്താവിന് 5 കോഴികൾ വീതം 230 ഗുണഭോക്താക്കൾക്കാണ് വിതരണം ചെയ്യുന്നത്. വാർഡ് മെമ്പർ ഭിന്നി അറക്കൽ, വെറ്റിനറി ഡോക്ടർ ആര്യ TS, മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരായ രമ്യ OR, ബിജോയ് VR, അനിത ഇജി തുടങ്ങിയവർ പങ്കെടുത്തു. മനസ്സിലാവുന്നത് നമ്മൾ കൊടുക്കുന്ന കോഴികൾ ഗുണനിലവാരമുള്ളതാണ്. നമുക്ക് തോന്നുന്ന വഴിക്ക് എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള കോഴികളെയല്ല നമ്മൾ നൽകുന്നത്. കൃത്യമായി ഫാമുകളിൽ നമ്മൾ പറയുന്നതനുസരിച്ച് വളർത്തിയെടുക്കുന്ന കോഴികളെയാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആവശ്യപ്പെടുന്നത് കോഴികളെ, പിടക്കോഴികളെ നൽകാനാണ്. കാരണം നമുക്ക് ഇതിന്റെ ഗുണഭോക്താവിന് ഗുണം ലഭിക്കണമെങ്കിൽ അതിൽ കോഴി മുട്ടയിട്ട് ആ മുട്ട വിൽപ്പന നടത്തിയിട്ട് പോലും നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ ഒരു തവണ നമുക്ക് അതിൽ കൂടുതലും ചാത്തൻ കോഴി കിട്ടിയ ഒരു അവസ്ഥ പോലും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആര്യോട് പറഞ്ഞിരുന്നു, മുട്ട വിരിയിക്കുന്ന സമയത്താണ് ഇതാണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് നൽകുമ്പോൾ ചാത്തൻ കോഴികളുടെ എണ്ണത്തിൽ വേണം, എന്നിരുന്നാലും അതിന്റെ എണ്ണം കുറച്ചുകൊണ്ട് പിടക്കോഴികളുടെ എണ്ണം കൂട്ടി അവരോട് നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിരുന്നു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവും മുതിർന്ന CPM നേതാവുമായ മനക്കുടി കിഴക്കുംപുറത്തെ രഘുനാഥൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. CPM അരിമ്പൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, മണലൂർ ഏരിയ കമ്മിറ്റി അംഗം, കേരള കർഷക സംഘം മണലൂർ ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ച ഇദ്ദേഹം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു. സംസ്കാരം ഇന്നു വൈകിട്ട് 4-ന് വീട്ടുവളപ്പിൽ. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.